ഹലോ. ഇന്ന് കുറച്ച് കണവ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണവ മാത്രമല്ല കാറിലും ഉണ്ടായിരുന്നപ്പോൾ കണവ ഒന്ന് തോരൻ വയ്ക്കാമെന്ന്. വലിയ കണവയൊന്നുമല്ല, ഇന്ന് കുഞ്ഞു കണവ കേട്ടോ. അതിലൊരെണ്ണം മാത്രമായിരുന്നു വലുത്. എല്ലാവർക്കും എന്താ ഇതിൻ്റെ തലയാണ് കേട്ടോ ഇഷ്ടം. ഇവിടെ പിള്ളേർക്ക് മച്ചക്കൊക്കെ തല മതി ഈ കണവയുടെ. അപ്പോൾ അതാ എല്ലാമൊക്കെ വൃത്തിയാക്കി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാടൊന്നുമില്ല, തേങ്ങ തിരുവുന്ന ജോലി അത് മാത്രമേ ഉള്ളൂ ഇതിൽ പാടായിട്ടുള്ളത്. അപ്പോൾ 5-6 വെള്ളം നല്ല കഴുകിയിട്ട് ആ കാറിൻ്റെ സൈഡിൽ കൂടെ കിടന്നിട്ട് പോലും അതിൻ്റെ അടുത്തൊക്കെ മണ്ണുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് ചെറിയ ഉള്ളി തെളിച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി തെളിച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു കാന്താരിമുളക് അല്ലെങ്കിൽ കാരിമുളകോട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചിയില്ല, അങ്ങനെ തോണ്ടാൻ വേണ്ടി പോയപ്പോഴേക്കും ഇഞ്ചിയില്ല, ഒന്നുമില്ല അതിൽ. പിന്നെ അതിനെ തിരിച്ച് മൂടിയൊക്കെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അരച്ചില്ല, ജാറിലിട്ട് ചെറുതായിട്ട് ഇടിയിലിട്ട് ചതയ്ക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് ചൂടാക്കിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് കുറച്ച് കരിവേപ്പില ഇട്ടിട്ട് ചതച്ച് വെച്ച സാധനം ഇട്ട് നല്ലപോലെ വഴറ്റിയൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇളക്കിയതേ ഉള്ളൂ. എന്നിട്ട് ആ കണവ എടുത്ത് ഡയറക്റ്റായിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ അതിൽ വെള്ളമൊന്നും വീത്തേണ്ട ആവശ്യമില്ല, കുഞ്ഞ് കണവല്ലിരുന്ന. വലിയ കണവയാണെങ്കിൽ മാത്രമേ കുറച്ച് വെള്ളം വീത്തേണ്ട ആവശ്യം വരുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് വേവില്ല. അപ്പോൾ പിന്നെ ഇത് മതി. പിന്നെ കടലിൽ കിടക്കണയാണെന്നും പറഞ്ഞുകൊണ്ട് ഉപ്പിടാതെ വെച്ചാൽ ഉപ്പില്ലാത്ത തോരൻ തിന്നേണ്ടി വരും. അതുകൊണ്ട് കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടേ. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കി തുറന്ന് നോക്കിയപ്പോഴേക്കും ശരിക്കും ഇതാ വെള്ളം ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. കടലിൽ കിടക്കും പോലും ഉണ്ടല്ലോ ഇപ്പം. അങ്ങനെ ഇതാ വെള്ളമൊക്കെ ശരിക്കും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കണവ ആരെങ്കിലും അവിച്ച് തന്നിട്ടുണ്ടോ? അടിപൊളി ടേസ്റ്റാണല്ലേ. പിന്നെ ഇനിയിപ്പോൾ അവിച്ച് പറക്കി തിന്നുകൊണ്ടിരുന്ന് അവിടെ ഇരിക്കാനേ ഒക്കുള്ളൂ, തോരൻ വയ്ക്കാൻ കിട്ടില്ല. അതുകൊണ്ട് പിന്നെ കുറച്ച് തേങ്ങ തിരുവി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഞവിടിയില്ലെങ്കിൽ അവിടെ ഇവിടെ പറ്റിപ്പറ്റിയിരിക്കും. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പൊടിച്ചതില്ലെങ്കിൽ അതുകൊണ്ടാണ് കേട്ടോ പച്ചയ്ക്ക് ഇടുന്നത്. അങ്ങനെ പിന്നെ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ്. ഒരുപാടങ്ങ് പേസ്റ്റ് പോലെ അരയ്ക്കില്ല, നമ്മൾ തോരത്തിൻ്റെ പരുവത്തിന് അരപ്പുണ്ടല്ലോ അതേപോലെ ആക്കിയെടുക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് വെച്ച് തുറന്ന് നോക്കിയപ്പം വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. നല്ലപോലെ വറ്റിയിട്ട് അരപ്പിട്ടില്ലെങ്കിൽ ഒരുമാതിരി ഇരിക്കും. അപ്പം ഞാൻ വെള്ളം എടുത്ത് കാണിക്കണേട്ടെ, ഈ വെള്ളം അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതെടുത്ത് കാണിച്ചത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധമൊക്കെ അങ്ങ് വറ്റി. അപ്പോൾ പിന്നെ അരപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം ഇളക്കൂല, അടച്ച് വെച്ച് ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വയ്ക്കും. എന്നിട്ട് ഇത് അവസാനം ഇളക്കിയൊക്കെ എടുത്തപ്പോഴേക്കും നമ്മൾ അടിപൊളി കണവാത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊക്കെ പണ്ട് ഉമ്മ വീട്ടിൽ വേവിച്ച് തരുന്നതെന്ന് വെച്ചാൽ കണവത്തോരൻ വെക്കണതിൻ്റെ ഒന്ന് ഒഴിച്ചുവിട്ടാനായിരിക്കും. ചോറും കണവത്തോരനും ഒഴിച്ചുവിട്ടാനും കൂടെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ.